വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കല്ലടി കുടുംബാംഗങ്ങളെ, നമ്മൾ മജ്ലിസ് ആദ്യമായിട്ട് തുടങ്ങിയത് 1996-ലാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോക്കാൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിത് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. ഇതിലെല്ലാവരും മിക്കവരും എല്ലാവരും ഈ തുടർന്നുള്ള എല്ലാ മജ്ലിസുകളിലും നമ്മളെല്ലാവരും പങ്കെടുത്തവരാണ്. അവിടെ നിന്ന് ഇപ്പം 2024 എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ എല്ലാവരും മജ്ലിസ് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് പരസ്പരം കണ്ട് പിരിയുന്നതിനേക്കാൾ അപ്പുറം ഇതിനൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് വേണം, അല്ലെങ്കിൽ ഇത് നിന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു കമ്മിറ്റിയും അതിനനുസരിച്ചിട്ടുള്ള ഇതേപോലുള്ള ഒരു സംഗതികളും ഒരു കമ്മിറ്റിയും അതിനുള്ള സ്ഥാനങ്ങളും ഒക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കാക്ക പറഞ്ഞു, ഇതിൻ്റെ സാമ്പത്തിക വശത്തെ കൂട്ടി പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു പേടിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഉദാഹരണം, ഈ മജ്ലിസ് നടത്താൻ വേണ്ടി നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിരുന്നു. സത്യത്തിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം മാത്രമല്ല, നിങ്ങൾക്കറിയാത്തത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള കല്ലടിക്കാരത്തിയായ ഒരു എത്തിക്കുട്ടിയുടെ നിക്കാഹ് ഇന്നിപ്പോൾ വൈകുന്നേരം അസറിന് ശേഷം നടക്കുന്നുണ്ട്. ആ വിവാഹത്തിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ പ്രോമിസ് ചെയ്തിരുന്ന, അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നതിനേക്കാൾ ആവശ്യത്തിൽ കൂടുതൽ സംഗതി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് അതൊരു വലിയൊരു പ്രശ്നം, സാമ്പത്തിക വശം വലിയൊരു പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ ഈ ഓർഗനൈസേഷൻ സെറ്റപ്പായി ഇതേപോലെയുള്ള ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള ഒരു പരിപാടി നന്നായിരിക്കും. കാരണം എന്നാൽ പിന്നെ അത് ഇടയ്ക്ക് അതിനൊരു കെട്ടുറപ്പുണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ തുകയല്ല, ആ ഒരു കെട്ടുറപ്പും കൂടി ഉദ്ദേശിച്ചാണ് ഇത്തരം ഒരു സജഷൻ സെക്കൻഡ് താത്ത വെച്ചപ്പോൾ നമുക്കത് നന്നായിട്ട് തോന്നിയത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നടപ്പിൽ വരുത്താം. നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസിയായിട്ട് നടപ്പിൽ വരുത്താം. നമ്മുടെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ കല്ലടി കുടുംബത്തിൻ്റെ മാഹാത്മ്യം ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പഴയ കഥകളെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് കാരണം ഇതൊരു കുടുംബം മാത്രമുള്ള ഒരു സദസ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അപജയം, തീർച്ചയായും അപജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം നമ്മുടെ വാപ്പമാരോ ഉപ്പമാരോ ജീവിച്ച ആ ഒരു സ്ഥിതിയിലല്ല നമ്മൾ പലരും. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ ഒരു പിന്തിരിഞ്ഞ് നോക്കുന്നത് പലപ്പോഴും നല്ലതാണ്, ഭാവിയിലേക്ക് നല്ലതാണ്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള 2 ഘടകങ്ങൾ ഞാനിവിടെ പറയുകയാണ്. കാരണം ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ അത് നല്ലതായിരിക്കും എന്ന് തോന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആരെയും വേദനിപ്പിക്കാനും മറ്റൊന്നുമല്ല. അതിലേറ്റവും പ്രധാനം, നമ്മുടെ ഒരു തലമുറ ദീനിൽ നിന്ന് അകന്നുപോയി, തീരെ അകന്നുപോയി എന്നുള്ളതായിട്ടാണ് ഏറ്റവും പ്രധാന ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും വിദ്യാഭ്യാസത്തിൽ കാണിച്ച് വേണ്ടത്ര ശുഷ്കാന്തി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഈ 2 ഘടകങ്ങളാണ് നമ്മുടെ കല്ലടി ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള അപജയത്തിനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ 2 കാര്യങ്ങളിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും വരുന്ന തലമുറ ആ കാര്യത്തിൽ ഈ 2 കാര്യങ്ങളിലും എൻ്റെ തലമുറകളെക്കാട്ടിലും മുൻപന്തിയിലാണ് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇപ്പം നിങ്ങൾക്ക് ഈ അച്ചീവ്മെൻറ്റ് അവാർഡുകളുണ്ട്. ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ 55 ആൾക്കാർക്കാണ് നമ്മൾ ഈ അച്ചീവ്മെൻറ്റ് അവാർഡുകൾ കൊടുക്കുന്നത്. അച്ചീവ്മെൻറ്റ് അവാർഡ് അതന്നെ ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തു. SLC +2 +A + അതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഡിഗ്രി PG തലത്തിലെ റാങ്ക് കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ PhD കിട്ടിയ ആൾക്കാർ, അതും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ എൻട്രൻസ് എഴുതി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർന്നിട്ടുള്ള ആൾക്കാർ, അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാരെ മാത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ 55 ആൾക്ക് കൊടുക്കാറുണ്ട് കഴിഞ്ഞ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ. അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലും സർവശക്തന അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിലനിർത്തട്ടെ. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ദീനി വിഷയത്തിലും അതിലും മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം കേട്ടോ. ഏതായാലും ഇതോടൊപ്പം ഞാനൊരു ഡോക്ടറാണ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബത്തിലുള്ള 2 പ്രത്യേക, നമ്മുടെ കുടുംബത്തിൽ പ്രധാനമായിട്ടുള്ള 2 പ്രശ്നങ്ങൾ, മെഡിക്കൽ പ്രശ്നങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം.
ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം. കാരണം ഇത് നമ്മുടെ കുടുംബങ്ങൾ മാത്രമുള്ള ഒരു സദസ്സിലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. പുറത്തുള്ള പൊതു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പറ്റിയൊരു വിഷയമല്ല. നമ്മുടെ കല്ലടി കുടുംബത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു സംഗതിയുണ്ട്, കൊളസ്ട്രോൾ. അതിനൊരു കാരണമുണ്ട്. ഒരു ജനിതകമായിട്ടുള്ള ഒരു ജീൻ സംബന്ധമായിട്ടുള്ള ഫെമിനിയൻ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന അസുഖം നമ്മുടെ കല്ലടി കുടുംബത്തിൻ്റെ ഇതിന് പിന്നാലെ ഉള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കഴിഞ്ഞൊരു തലമുറ പല മൂത്താപ്പന്മാരും ഒരു 60 വയസ്സിനപ്പുറം പോയിട്ടുള്ള ജീവിച്ചിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കം. കാരണം അവർക്കൊന്നും ചികിത്സിക്കാൻ സൗകര്യമില്ലായിട്ടോ അങ്ങനത്തെ ഒന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരല്ല. പക്ഷേ ആ മിക്കവാറും ആൾക്കാരൊക്കെ മരിച്ചിട്ടുള്ളത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. അതിൻ്റെ കാരണം ഇതായിരിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഈ സംഗതി ഞാൻ ഡോക്ടറെ വന്നേ പിന്നെ എൻ്റെ മനസ്സിൽ ഈ സംഗതി തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരൊക്കെ എന്നോട് ബന്ധമുള്ള എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പിടിച്ച് കൊളസ്ട്രോൾ നോക്കിക്കാറുണ്ട്. പലരും 25 വയസ്സ് മുതൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഇത് അവിടെ തന്നെ ഇരിക്കുന്നു. എനിക്ക് തന്നെ 32 വയസ്സിൽ കൊളസ്ട്രോൾ തുടങ്ങിയത്, 67 വയസ്സായി, 35 വർഷമായിട്ട് കൊളസ്ട്രോളിന് മരുന്ന് വേണ്ടി കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ചെറുപ്പക്കാർ മുഴുവൻ ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ചീത്ത കൊളസ്ട്രോൾ, നമ്മളെ കുടുംബത്തിൽ കാണുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന സാധനം കൂടുക, അതേപോലെ LDL എന്ന് പറഞ്ഞുള്ള അപകടമുള്ള കൊളസ്ട്രോൾ ഈ രണ്ടോടെ കൂടുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് അടിമപ്പെട്ടു പോകും. എന്നാൽ അതല്ല വാസ്തവം. ഈ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്, ജനറ്റിക്കലി റിലേറ്റഡ് ആണ്. അതിന് പ്രത്യേകമായിട്ടൊരു ജീനുണ്ട്. ആൽക്കഹോളിന് ഒരാൾ അടിമപ്പെടാൻ കുറേ കാലം കുടിക്കണമെന്നില്ല. ആദ്യത്തെ ഒരു ആൽക്കഹോൾ അകത്ത് പെട്ടാൽ തന്നെ, ഒരു കുട്ടിയാണെങ്കിൽ പോലും, കുട്ടിക്കാലത്ത് പെട്ടാൽ പോലും അവൻ ഈ ജീനുള്ള ആൾക്കാർ അവൻ അതിനടിമപ്പെട്ടു പോകും. കാരണം ഇത് ശരീരത്തിലേക്ക് എത്തുന്നതോടുകൂടി ശരീരത്തിലെ ലിവറിൽ വെച്ചിട്ട് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറും. ഇത് നേരെ പോയി ബ്രെയിനിൽ ഇതിൻ്റെ കൺട്രോളിങ് സെൻറ്റർ ഉണ്ട്, അവിടെ പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആൽക്കഹോൾ അഡിക്റ്റായി മാറി. ലോകത്തിൽ 15% ആൾക്കാർക്ക് ഈ ജീനുണ്ട്. തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ ഈ ജീനുണ്ട്. അതെല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കുക. കാരണം ഈ ജീനിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ജന്മനയുള്ള സംഗതി നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് കാരണം ഈ നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ ഇടയിലുള്ള മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യം. ലോകത്ത് എത്രയോ പേരുണ്ട് ദിവസം കഴിക്കും, പക്ഷെ അവർ മദ്യപാനികളല്ല, അഡിക്റ്റുകളുമല്ല. 80% ആൾക്കാർ അങ്ങനെയാണ്. പക്ഷേ ഈ 15% വരുന്ന ആ ബാഡ് ജീൻ നമ്മുടെ കല്ലടി കുടുംബത്തിലുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാനിത് കുടുംബ സദസ്സായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സാധനത്തിൻ്റെ അകത്തുകൂടി പോലും തമാശയ്ക്ക് പോലും പോയത്. കാരണം അത് ബന്ധപ്പെട്ടാലുള്ള ബാക്കിയുള്ള അതിൻ്റെ ദുരവസ്ഥകൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ കൽവി മജ്ലിസ് എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ആഗ്രഹം എല്ലാ 2 കൊല്ലം കൂടുമ്പോഴും ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോയി നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ. ഇപ്രാവശ്യം വലിയ സന്തോഷം കേട്ടോ. പ്രത്യേകിച്ച് ഞാനടക്കം, എനിക്കടക്കം പിന്നെ 9+1. കാരണം ഒരു അമ്മായിനെ നമുക്കൊക്കെ അറിയാറുള്ളൂ. പക്ഷെ ഒരു അമ്മായി ചെറുപ്പത്തിൽ മരിച്ചുപോയി നമ്മൾ കേട്ടിട്ടുണ്ട്. ഐഷക്കുട്ടി അമ്മായി എന്ന് പറയുന്ന ഒരു അമ്മായി ഒരു 15 വയസ്സിലെത്തുണ്ടായപ്പോൾ എന്തോ അസുഖമായിട്ട് മരിച്ചുപോയെന്നും അവർ അതിസുന്ദരിയായിരുന്നു എന്നും നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഇവരുടെ ഉമ്മാനെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജനറേഷൻപ്പെട്ട പലരും കണ്ടിട്ടുണ്ടാവും. അമ്മായിയുടെ അമ്മ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അവർ താഴത്തേൽ നമ്മുടെ തറവാട് വീടിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു, പേട്ടേലപ്പല എന്ന് പറയുന്ന വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ഈ അമ്മായിയുടെ ഉമ്മാനെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് പ്രത്യേകം അവർ ഓർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രായമായ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നരച്ച മുടിയൊക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അവരെ കാണാൻ. നമ്മളിപ്പോഴത്തെ ഒരു നേതാവുണ്ടല്ലോ സുഭാഷിണി അലി, ഒരു മോഡലൊക്കെ ആയിരുന്നു മുടി, അതേപോലെയുള്ള എനിക്കിപ്പോഴും ഓർമ്മയാണ് അവന്. അപ്പോൾ ആ അമ്മായിനെ ഓർമ്മയുണ്ട്. എന്നാൽ തൂതക്കിലേക്ക് കല്യാണം കഴിച്ച ഈ 2 അമ്മായിമാര്, പിന്നെ ഒരമ്മായി വെട്ടത്തൂര് കല്യാണം കഴിച്ച ഈ അമ്മായിമാരൊക്കെ നമ്മൾ പിന്നെ ചകഞ്ഞ് കണ്ടുപിടിച്ചത് ഈ മജ്ലിസിലാണ്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ബന്ധങ്ങൾ അകന്നു പോയി. അത് ആരെയും കുറ്റമൊന്നുമില്ല, ആരുടെയും കുറ്റമല്ല, മരിച്ചുപോയ ആൾക്കാരെയും കുറ്റമല്ല, അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറ്റമൊന്നുമില്ല. പലവിധ സാഹചര്യം കൊണ്ട് അകന്നു പോയി. എന്നാൽ ഈ അകന്നുപോയ ബന്ധങ്ങൾ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ ഒരു ശ്രമമാണ്. എല്ലാവരും അവിടുന്ന് വന്നിട്ട് എന്തായാലും വലിയ സന്തോഷമായി. അവിടുന്നുള്ള കുറേ പേര് എത്തിയിട്ടുണ്ട്. ഈ മറ്റൊന്ന്, ഈ വെട്ടത്തൂര് കല്യാണം കഴിച്ച അമ്മായിക്ക് മക്കളില്ല കേട്ടോ.
ഈ മറ്റവർക്ക് കണ്ടുപിടിക്കും. അതിൽ തന്നെ വരെ ഈ തൂതക്കിലേക്ക് കല്യാണം കഴിച്ച അമ്മായിമാരെ ജ്യേഷ്ഠനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ കുടുംബത്തിലേക്കാണ്. അതും നമ്മുടെ കുടുംബത്തിലൊരു തമാശയാണ്. കാക്ക പറഞ്ഞ പോലെ ഒരേ പേരുള്ള മക്കള് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞായ്മോ അതേപോലെ രണ്ട് ഐഷക്കുട്ടി ഒക്കെ വെല്ലിപ്പാൻ്റെ മക്കൾ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വേറെ വലിയൊരു തമാശ ഉണ്ട്. ഒരേ വാപ്പാടെ 4 പെൺമക്കളെ സ്വന്തം മക്കളെ കൊണ്ട് കല്യാണം കഴിച്ച ആളാണ് നമ്മുടെ വെല്ലിപ്പ. ഇല്ലത്തോളത്തെ വീരാൻകുട്ടി എന്ന് പറയുന്ന അവരുടെ 4 പെൺമക്കളെയും ജ്യേഷ്ഠനിയന്മാർ നമ്മുടെ മുത്തമ്മമാര് 4 പേരാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേയുള്ള രസങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കുറേ പരിപാടികളുണ്ട്. നമുക്ക് എല്ലാവരും വീണ്ടും ഇനിയുള്ള പരിപാടികളിലും മജ്‌ലിസുകളിലൊക്കെ എല്ലാവരും വളരെ ആക്റ്റീവായി പങ്കെടുത്ത് സഹകരിക്കുക. ഈ പറഞ്ഞ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ അത് ഓൺലി ദോസ് ഹു ക്യാൻ അഫോർഡ്, അത് സൗകര്യങ്ങൾക്ക് മാത്രമുള്ള നിർബന്ധമില്ല എന്ന് പ്രത്യേകം ഒന്ന് ഉണർത്തുകയാണ്. അതിനകത്തൊരു നിർബന്ധവുമില്ല. അത് സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാർ സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിംഗ് ഇപ്പം തന്നെ ഞങ്ങൾ ഈ മീറ്റിംഗ് നടത്തുമ്പോൾ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് അതിൻ്റെ ധനസമാഹരണത്തിനുള്ള അപ്പം ആ വക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നിർബന്ധമൊന്നുമില്ല. സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിനകത്ത് സജഷൻസ് ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, ഞങ്ങളുടെ കമ്മിറ്റിയുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബബന്ധങ്ങൾ നിലനിർത്തുന്നത് നമ്മുടെ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് മുറിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മാപ്പറിയിക്കാത്ത ശിക്ഷയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഇത്തരം ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായ ഒരു വിഭാഗത്തായി പ്രചോദനം പരിഗണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.